ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വളരെ രുചികരവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാന്താരി ഹലുവ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഹലുവ ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദയാണ്. ഒരു കപ്പ് മൈദ എടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മൈദ മാവിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കട്ടകൾ ഒന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കാം. മാവ് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്യാം. ഒരു കപ്പ് മൈദക്ക് 4 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർക്കേണ്ടത്. എന്നിട്ട് വെള്ളവും മൈദയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത മൈദ 2 മണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഹലുവയിലേക്കുള്ള മധുരത്തിന് വേണ്ടി 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം പഞ്ചസാര അലിയിപ്പിച്ചെടുക്കാം. പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. അലിഞ്ഞു ചേർന്ന പഞ്ചസാരയിലേക്ക് ഇനി കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. 12ഓളം കാന്താരി മുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ 1/2 കപ്പ് ആണ് ചേർത്തത്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കാം. ഇനി അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം മൈദയെല്ലാം വെള്ളത്തിനടിയിൽ ഊറിക്കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൈദ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ നട്ട്സുകളെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി ക്രഷ് ചെയ്തതും, മുന്തിരി, വെളുത്ത എള്ള് എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ, നട്ട്സുകളായിട്ടും. അപ്പോൾ ഇനിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിക്ക് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു കേക്ക് ടിന്നിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം ബ്രഷ് ചെയ്ത എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇതിലോട്ട് കുറുകി വന്ന ഹലുവയുടെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി വെളുത്ത എള്ള് ചേർത്ത് നമുക്ക് 3 മണിക്കൂർ തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. 3 മണിക്കൂർ തണുത്തതിന് ശേഷം നല്ലതുപോലെ പെർഫെക്റ്റായി നമ്മുടെ ഹലുവ കിട്ടിയിട്ടുണ്ട്. ഇനി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലുവയാണ്. മധുരവും എരിവും കൂടിയിട്ടുള്ള നല്ല കാന്താരി ഹലുവ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.